ഹലോ ആൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എഞ്ചിനീയർ മെക്കാനിക്കൽ സിലബസിൽ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിനകത്ത് തന്നെ നമുക്ക് തെർമോഡൈനാമിക്സിന്റെ പോർഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചേഞ്ച് ഇൻ എൻതാൽപ്പി ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം ഈസ് ഈക്വൽ ടു ദ ഹീറ്റ് ട്രാൻസ്ഫേർഡ് if the reversible process takes place at a constant. ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് ചേഞ്ച് ഇൻ എൻതാൽപ്പി ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം ഈസ് ഈക്വൽ ടു ദ ഹീറ്റ് ട്രാൻസ്ഫേർഡ് if the reversible process takes place at constant temperature ആണ് ഓപ്ഷൻസ് വരുന്നത്. ടെമ്പറേച്ചർ, ഓപ്ഷൻ ബി ഇന്റേണൽ എനർജി, ഓപ്ഷൻ സി എൻട്രോപ്പി, ഓപ്ഷൻ ഡി പ്രഷർ. 4 ഓപ്ഷനുകൾ തന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഏതാണ് നമുക്ക് പാരാമീറ്റർ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ആയിട്ട് വരുന്നതാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, റിവേഴ്സിബിൾ പ്രോസസ് ചേഞ്ച് ഇൻ എൻതാൽപ്പി ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം ഈസ് ഈക്വൽ ടു ദ ഹീറ്റ് ട്രാൻസ്ഫേർഡ് if the reversible process takes place at constant എന്താണ്, ടെമ്പറേച്ചർ ആണോ പ്രഷർ ആണോ എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ചേഞ്ച് ഇൻ എൻതാൽപ്പി ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ചേഞ്ച് ഇൻ എൻതാൽപ്പി ഏത് കണ്ടീഷനിലാണ് വരുന്നത് നോക്കാം. So by definition we have enthalpy is equal to, that is enthalpy H is equal to U plus P. നമുക്കറിയാം enthalpy is equal to internal energy plus pressure volume energy അല്ലെങ്കിൽ PV. ചേഞ്ച് ഓഫ് enthalpy എന്ന് പറയുമ്പോൾ എന്ത് വരും? ഡെൽറ്റ H is equal to ഡെൽറ്റ U plus P ഡെൽറ്റ V plus V ഡെൽറ്റ P. ഇവിടെ ഡെൽറ്റ രണ്ട് സൈഡിലും ഡെൽറ്റ ചേഞ്ച് എടുക്കുന്ന സമയത്ത് ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഓഫ് പി വി എന്ന് വരും. ഓക്കെ, ഡെൽറ്റ ഓഫ് പി വി എന്ന് വരുമ്പോൾ പി ഡെൽറ്റ വി പ്ലസ് വി ഡെൽറ്റ പി പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്തെഴുതി. W is equal to integral of PdV is the boundary work for a reversible process. റിവേഴ്സിബിൾ പ്രോസസ്സിൽ ബൗണ്ടറി വർക്ക് അല്ലെങ്കിൽ ഫ്ലോ വർക്ക് എന്നെല്ലാം പറയുന്നത് ഇന്റഗ്രൽ ഓഫ് PdV. ഓക്കെ, നമുക്കറിയാം. സോ ഇത് നമ്മൾ ഓരോരോ കേസ് ആയിട്ട് നമ്മൾ ഓപ്ഷൻസ് ഡിസ്കസ് ചെയ്യാം. കേസ് 1, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഏത് അറ്റ് കോൺസ്റ്റന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റിവേഴ്സിബിൾ പ്രോസസ് ടേക്സ് പ്ലേസ് അറ്റ് കോൺസ്റ്റന്റ് വാട്ട്, അത് ടെമ്പറേച്ചർ ആണോ പ്രഷർ ആണോ എന്നുള്ളതാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. അപ്പോ കോൺസ്റ്റന്റ് പ്രഷർ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഫോർ കോൺസ്റ്റന്റ് പ്രഷർ കേസ് ഡെൽറ്റ പി വിൽ ബി ഈക്വൽ ടു 0. നമുക്കറിയാം കോൺസ്റ്റന്റ് പ്രഷർ ആകുമ്പോൾ ചേഞ്ച് ഇൻ പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോ ഈ കോൺസ്റ്റന്റ് പ്രഷറിന്റെ കേസിൽ ഡെൽറ്റ പി 0 ആകുമ്പോൾ ഈ ഇക്വേഷൻ, അതായത് ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി പ്ലസ് വി ഡെൽറ്റ പി എന്ന് പറയുന്ന ഇക്വേഷനിൽ ഡെൽറ്റ പി 0 ആയിട്ട് പോയാൽ ബാക്കി എന്ത് വരും? ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്നായിട്ട് മാറും. ഓക്കെ, ദെൻ നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമുക്കറിയാം. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് Q is equal to delta U plus W. Q എന്ന് പറയുന്നത് amount of heat transferred, delta U എന്ന് പറയുന്നത് change in internal energy, W എന്ന് പറയുന്നത് work transfer. ഇതാണ് ഫസ്റ്റ് ലോ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ U plus W എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, W is the boundary work or the flow work for a reversible process. So delta U plus P delta V, integral of P delta V എന്ന് എഴുതാം. So that is Q is equal to delta H. അതായത് ഇവിടെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് നേരത്തെ കിട്ടിയത് ഡെൽറ്റ H is equal to ഡെൽറ്റ U പ്ലസ് P ഡെൽറ്റ V. അതേ തന്നെ നമ്മൾ ഫസ്റ്റ് ലോ ഉപയോഗിച്ചുകൊണ്ട് എഴുതിയ സമയത്ത് എന്ത് കിട്ടി? Q is equal to ഡെൽറ്റ U പ്ലസ് P ഡെൽറ്റ V. അപ്പോ ഈ രണ്ട് ഇക്വേഷൻസിന്റെയും റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ്? റൈറ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡും എന്തായിരിക്കണം? ലെഫ്റ്റ് ഹാൻഡ് സൈഡും സെയിം ആയിരിക്കണം. ദാറ്റ് വിൽ ബി Q is equal to delta H. ഓക്കെ, അത് ഉദ്ദേശിക്കുന്നത് ഇതാണ്, the amount of heat transferred at a constant pressure will be contributing to an increase in enthalpy. കോൺസ്റ്റന്റ് പ്രഷറിലാണ് നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് മുഴുവനായിട്ടും എൻതാൽപ്പി ഇൻക്രീസിലേക്കായിട്ടാണ് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് കേസ് 1. ഇനി ഇതിലെ തന്നെ കോൺസ്റ്റന്റ് വോളിയം ആണ് നമ്മളുടെ കണ്ടീഷൻ പറഞ്ഞിരുന്നെങ്കിൽ കോൺസ്റ്റന്റ് വോളിയം ആവുമ്പോൾ വരും ഡെൽറ്റ വി വിൽ ബി ഈക്വൽ ടു 0. അപ്പൊ ഡെൽറ്റ വി 0 ആവുന്ന സമയത്ത് ഇത് വരും W എന്ന് പറയുന്നത് നമുക്കറിയാം, W is equal to ഇന്റഗ്രൽ ഓഫ് PdV. അല്ലെ, നമ്മൾ ഇന്റഗ്രൽ ഫോം എഴുതുമ്പോൾ W ഓഫ് ഇന്റഗ്രൽ PdV. ഇവിടെ dV എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ വോളിയം 0 ആയതുകൊണ്ട് വർക്ക് ട്രാൻസ്ഫർ 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ലോ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ Q എന്തായിരിക്കും? Q is equal to ഡെൽറ്റ യു. അല്ലെ, W 0 ആണ്. സോ ഡെൽറ്റ യു പ്ലസ് W എന്ന് പറയുമ്പോൾ Q will be equal to delta U. അതായത്
The amount of heat transferred at a constant volume will be contributing to change in internal energy. ഒരു കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിലാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഹീറ്റ് സപ്ലൈ ചെയ്യപ്പെടുന്നതെങ്കിൽ അത് മുഴുവനായിട്ട് ഒരു ഇൻക്രീസ് ഇൻ ഇന്റേണൽ എനർജിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടും. ഓക്കെ, ആക്ച്വലി എനർജി ഇന്റേണൽ എനർജി ആണ് എന്ത് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഹീറ്റ് ട്രാൻസ്ഫേർഡ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം will increase the internal energy, whereas the heat transferred at constant pressure will be increasing the enthalpy. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കേസാണ്. കോൺസ്റ്റന്റ് വോളിയത്തിൽ ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പോഴും കോൺസ്റ്റന്റ് പ്രഷറിൽ ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പോഴും ഏതേത് പ്രോപ്പർട്ടീസിലേക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണ് നമ്മൾ കോൺസ്റ്റന്റ് ആക്കി നിർത്തുന്നതെങ്കിലോ ഡെൽറ്റ ടി വിൽ ബി ഈക്വൽ ടു സീറോ അല്ലെ. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ വിൽ ബി അല്ലെങ്കിൽ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു സീറോ, ബട്ട് എൻതാൽപി ഡിപ്പെൻഡ്സ് അപ്പോൺ ബോത്ത് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഓക്കെ, ദാറ്റ് ഫോർ ആൻ ഐഡിയൽ ഗ്യാസ്. ഐഡിയൽ ഗ്യാസിന്റെ കേസാണ് നമ്മൾ തിയറിറ്റിക്കൽ ആയിട്ട് എല്ലാ കേസിലും നമ്മൾ ഐഡിയൽ ഗ്യാസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു എം സി പി ഇൻറ്റു ഡെൽറ്റ ടി. ഇപ്പൊ നമ്മളിപ്പോ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ, കോൺസ്റ്റന്റ് പ്രഷറിൽ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് മുഴുവൻ എൻതാൽപിയിലേക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് അല്ലെ. ചേഞ്ച് ഇൻ എൻതാൽപി ഓർ ഇൻക്രീസ് ഇൻ എൻതാൽപി. സോ ഡെൽറ്റ എച്ച് ക്യാൻ ബി റിട്ടേൺ ആസ് ഈക്വൽ ടു എം സി പി ഇൻറ്റു ഡെൽറ്റ ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ. കാരണം ഡെൽറ്റ ടി ഇവിടെ എന്താണ്, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആയതുകൊണ്ട് ഡെൽറ്റ ടി എന്ന് പറയുന്നത് സീറോ ആണ്. സോ ഡെൽറ്റ എച്ച് വിൽ ബി ഈക്വൽ ടു സീറോ. ഓക്കെ, then case 4 വരുന്നത് ഫോർ കോൺസ്റ്റന്റ് ഇന്റേണൽ എനർജി ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു സീറോ. ഇന്റേണൽ എനർജി ആണ് നമ്മൾ കോൺസ്റ്റന്റ് ആക്കി എടുക്കുന്നതെങ്കിൽ ഡെൽറ്റ യു എന്തായിരിക്കും, ഡെൽറ്റ യു സീറോ ആയിരിക്കും. അഗൈൻ നമ്മൾ ഫസ്റ്റ് ലോ നേരത്തെ പോലെ നമ്മൾ ഫസ്റ്റ് ലോ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ മൈനസ് ഡബ്ല്യു. ഡെൽറ്റ യു ആൾറെഡി സീറോ ആണെന്ന് പറഞ്ഞു. സോ ദാറ്റ് വിൽ ബിക്കം ക്യൂ ഈസ് ഈക്വൽ ടു ഡബ്ല്യു എന്ന് വരും അല്ലെ. ക്യൂ ഈസ് ഈക്വൽ ടു ഡബ്ല്യു for a process where the internal energy is constant. Okay, അപ്പൊ ഇത്രയും കേസസ് ആണ് നമ്മൾ ഓരോരോ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ വേരിയസ് പോസിബിലിറ്റീസ് നമ്മൾ കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ അതിന്റെ ഓപ്ഷൻസിൽ നിന്നും നമ്മൾ ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയെല്ലാം ആൻസർ ചെയ്യും അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരോ കേസായിട്ട് ഡിസ്കസ് ചെയ്തത്. ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യന്റെ കോണ്ടെക്സ്റ്റിൽ നമുക്ക് ആൻസർ വരുന്നത് ചേഞ്ച് ഇൻ എൻതാൽപി ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം ഈസ് ഈക്വൽ ടു ദ ഹീറ്റ് ട്രാൻസ്ഫേർഡ് ഇഫ് ദ റിവേഴ്സിബിൾ പ്രോസസ് ടേക്സ് പ്ലേസ് അറ്റ് എ കോൺസ്റ്റന്റ് പ്രഷർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി പ്രഷർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an engine operates between temperature limits of 900 Kelvin and temperature T2, and another engine operates between temperatures of T2 and 400 Kelvin. For both engines to be equally efficient, T2 should be equal to. രണ്ട് എഞ്ചിന്റെ കേസ് തന്നിട്ടുണ്ട്. അതിന് ഒരു എഞ്ചിന്റെ നമുക്കറിയാം ഹീറ്റ് എഞ്ചിൻ ആകുമ്പോൾ നമുക്ക് അതിന് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചേഴ്സ് ഉണ്ടാവും. ഒരു സോഴ്സ് ടെമ്പറേച്ചർ ഉണ്ടാവും, ഒരു സിങ്ക് ടെമ്പറേച്ചർ ഉണ്ടാവും. അതായത് ഹയർ ടെമ്പറേച്ചർ ഉണ്ടാവും, ഒരു ലോവർ ടെമ്പറേച്ചർ ഉണ്ടാവും. അപ്പോൾ ഒന്നാമത്തെ എഞ്ചിന്റെ കേസിൽ പറഞ്ഞിട്ടുള്ളത് അതിന്റെ ഹയർ ടെമ്പറേച്ചർ ലിമിറ്റ് എന്ന് പറയുന്നത് 900 കെൽവിൻ ആണ്. അതിന്റെ ലോവർ ടെമ്പറേച്ചർ ലിമിറ്റ് എന്ന് പറയുന്നത് T2 ആണ്. വേറൊരു എഞ്ചിൻ അതിന്റെ ടെമ്പറേച്ചർ ലെവൽസ് വരുന്നത് ഹയർ ടെമ്പറേച്ചർ T2ഉം ലോവർ അല്ലെങ്കിൽ സിംഗിൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 400 കെൽവിൻ ആണ്. ഇതിന്റെ രണ്ടിന്റെയും എഫിഷ്യൻസി ഈക്വൽ ആവണമെങ്കിൽ എന്തായിരിക്കും T2 എന്ന് പറയുന്ന ടെമ്പറേച്ചറിന്റെ വാല്യൂ എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത്. ഫോർ എ കാർനോട്ട് ഹീറ്റ് എഞ്ചിൻ സൈക്കിൾ we have got the efficiency for expression eta is equal to 1 minus the cold temperature divided by the hot temperature, അല്ലെങ്കിൽ low temperature divided by high temperature. ഇതാണ് വളരെ പോപ്പുലർ ആയിട്ടുള്ള കാർനോട്ട് സൈക്കിളിന്റെ എഫിഷ്യൻസി. കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസിയുടെ എക്സ്പ്രഷൻ ആണ് eta is equal to 1 minus T cold divided by T hot. ഇനി ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഈ രണ്ട് എഞ്ചിൻസിനും അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? എഫിഷ്യൻസി ഓഫ് എഞ്ചിൻ 1 which operates between 900 Kelvin and T2. അപ്പോൾ അവിടെ ഹയർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 900 ആണ്, ലോവർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T2 ആണ്. ഇപ്പൊ ശ്രദ്ധിക്കണം, നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മാറി പോകരുത്. ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ലോവർ ടെമ്പറേച്ചറും ഡിനോമിനേറ്റർ എന്ന് പറയുന്നത്
അപ്പർ ടെമ്പറേച്ചർ ആണ് അല്ലെങ്കിൽ ഹയർ ടെമ്പറേച്ചർ ആണ്. സോ η1 is equal to 1 minus T2 divided by 900. Then efficiency of engine 2 which operates between T2 and 400 Kelvin. അവിടെ ഹയർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T2 ആണ്, ലോവർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 400 ആണ്. സോ η2 is equal to 1 minus 400 divided by T2. അപ്പോൾ നമ്മൾ രണ്ട് എഞ്ചിൻസിന്റെയും എഫിഷ്യൻസി വാല്യൂസ് നമ്മൾ ഇവിടെ എഴുതി വെച്ചു. ദെൻ ഇതിനകത്ത് രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്നും ഒന്നാമത്തെ ഇക്വേഷനും നമ്മൾ സൈമൾട്ടേനിയസ് ആയിട്ട് സോൾവ് ചെയ്യുമ്പോൾ ഈക്വൽ എഫിഷ്യൻസി ആണ് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ഫോർ ബോത്ത് എഞ്ചിൻസ് ടു ബി ഈക്വലി എഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് എഫിഷ്യൻസി എക്സ്പ്രഷൻസും നമ്മൾ ഇക്വേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഒന്നാമത്തെയും രണ്ടാമത്തെ ഇക്വേഷൻസ് ഇക്വേറ്റ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും T2 square is equal to 900 into 400, that is T2 is equal to root of 3,60,000, that is equal to 600 Kelvin എന്ന് കിട്ടും. അപ്പോൾ T2 ന്റെ വാല്യൂ 600 Kelvin ആണ്. സോ ഹിയർ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. The throttling of certain gases may be used for getting the refrigeration effect. The value of Joule-Thomson coefficient M for such a process is. Throttling case ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. Throttling of certain gases may be used for getting a refrigeration effect. Refrigeration effect കിട്ടാനായിട്ട് നമ്മൾ throttling process യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള കേസുകളിൽ Joule-Thomson coefficientന്റെ വാല്യൂ 0 ആണോ അതല്ല 1 ആണോ, ഗ്രേറ്റർ ദാൻ 1 ആണോ അതല്ല ലെസ് ദാൻ 0 അല്ലെങ്കിൽ നെഗറ്റീവ് ആണോ എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ബേസിക്കലി ത്രോട്ട്ലിംഗ് എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ത്രോട്ട്ലിംഗ് ഈസ് എ പ്രോസസ് വേർ എ ഫ്ലൂയിഡ്, യൂഷ്വലി ഗ്യാസ്, passes through a restriction like a valve or porous plug. ഒരു റെസ്ട്രിക്റ്റഡ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു വാൽവിലൂടെ ഒരു ഫ്ലൂയിഡ് പാസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ throttling എന്ന് പറയുന്നത്. Where a fluid, usually gas, passes through a restriction like a valve or porous plug. പ്രത്യേകിച്ച് ഇവിടെ വർക്ക് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫറോ ഒന്നും തന്നെ നടക്കുന്നില്ല. നോ വർക്ക് ഈസ് ഡൺ ആൻഡ് നോ ഹീറ്റ് ഈസ് എക്സ്ചേഞ്ച്ഡ് വിത്ത് സറൗണ്ടിങ്സ്. ത്രോട്ട്ലിംഗ് പ്രോസസ്സിൽ വർക്ക് ട്രാൻസ്ഫറും 0 ആണ്, ഹീറ്റ് ട്രാൻസ്ഫർ എന്താണ് 0 ആണ്. സോ therefore the process is isenthalpic from first law for open system. അതായത് ഇപ്പൊ നമ്മള് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ H1 പ്ലസ് C1 സ്ക്വയർ ബൈ 2 പ്ലസ് Z1 GZ1 ഈസ് ഈക്വൽ ടു H2 പ്ലസ് C2 സ്ക്വയർ ബൈ 2 പ്ലസ് GZ2. ഇതാണ് നമ്മുടെ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ. ഇതില് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി നെഗ്ലിജിബിൾ ആണെങ്കിൽ നമുക്ക് കൈനറ്റിക് എനർജി ടേം 0 ആയിട്ട് പോകും. അതുപോലെ തന്നെ നോസിൽ എന്ന് പറയുമ്പോൾ ത്രോട്ടിൽ യൂഷ്വലി റെസ്ട്രിക്റ്റഡ് ഓപ്പണിംഗ് വാൽവ് എന്നെല്ലാം പറയുന്ന സമയത്ത് അതിന് കാര്യമായിട്ടുള്ള ഒരു ലെവൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടാവില്ല. സോ ദ പൊട്ടൻഷ്യൽ എനർജി ടേം വിൽ ഓൾസോ ബി ഈക്വൽ ടു 0. ഇത് രണ്ടും 0 ആണെന്നുണ്ടെങ്കിൽ ബാക്കി എന്ത് വരും? H1 ഈസ് ഈക്വൽ ടു H2. അതായത് ഒരു ഫ്ലൂയിഡ് ഒരു വാൽവിലൂടെയോ ഒരു പോറസ് പ്ലഗിലൂടെയുള്ള ആ ഒരു പാസേജ് അല്ലെങ്കിൽ അതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അതിൽ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവില്ല, വർക്ക് ട്രാൻസ്ഫർ ഉണ്ടാവില്ല. ഇപ്പൊ ഇവിടെ ആൾറെഡി നമുക്കറിയാം സ്റ്റഡി ഫ്ലോ എഡ്യൂക്കേഷൻ ഇവിടെ ഒരു Q എന്ന് പറയുന്ന ഒരു ടേമും കൂടെ വരും, ഇവിടെ ഒരു W എന്ന് പറയുന്ന ടേമും കൂടെ വരും. ഇത് രണ്ടെണ്ണം ആൾറെഡി നമ്മൾ 0 എന്ന് പറഞ്ഞു. നോ വർക്ക് ഈസ് ഡൺ ആൻഡ് നോ ഹീറ്റ് ഈസ് എക്സ്ചേഞ്ച് വിത്ത് സറൗണ്ടിങ് എന്ന് പറഞ്ഞു. അപ്പൊ Q ഉം W ആൾറെഡി 0 ആണ്. പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും നമ്മൾ നെഗ്ലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫൈനലി വി വിൽ ബി ഗെറ്റിംഗ് ദ എൻതാൽപി അറ്റ് ഇൻലെറ്റ് ഈസ് ഈക്വൽ ടു എൻതാൽപി അറ്റ് ഔട്ട്ലെറ്റ്. അതുകൊണ്ടാണ് നമ്മൾ ആ പ്രോസസ് ഈസ് ഐസെൻതാൽപിക് എന്ന് പറഞ്ഞത്. So Joule-Thomson coefficient tells about how the temperature changes when the pressure changes at a constant enthalpy. അപ്പൊ ആദ്യം കോൺസ്റ്റന്റ് എൻതാൽപിക് പ്രോസസ്സിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. whenever the enthalpy is constant. ത്രോട്ട്ലിംഗ് ആൾറെഡി നമ്മൾ പറഞ്ഞു ക്വസ്റ്റ്യനില്. സോ എൻതാൽപി കോൺസ്റ്റന്റ് ആണ് അല്ലെങ്കിൽ എങ്ങനെയാണ് വന്നതെന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി ഐസെൻതാൽപിക് പ്രോസസ്സിൽ ജൂൾ-തോംസൺ കോഎഫിഷ്യന്റിന്റെ റോൾ എന്താന്ന് പറഞ്ഞാൽ ഇറ്റ് ടെൽസ് us about the change in temperature whenever there is a change in pressure. പ്രഷർ ചേഞ്ച് ചെയ്യുമ്പോൾ എത്രത്തോളമാണ് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതിന്റെ
ഒരു മെഷർ ആണ് അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേഷൻ ആണ് ജൂൾ തോംസൺ കോഎഫിഷ്യന്റ്. ശ്രദ്ധിക്കണം, ജൂൾ തോംസൺ കോഎഫിഷ്യന്റ് നമ്മൾ ഐസെൻതാൽപിക് എക്സ്പാൻഷൻ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് എൻതാൽപി പ്രോസസ്സിലാണ് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത്. ഓക്കെ, സോ ഇതാണ് ജൂൾ തോംസൺ കോഎഫിഷ്യന്റിന്റെ ഇക്വേഷൻ. ഇതാണ് mu ഈസ് ഈക്വൽ ടു ഡോ ടി ബൈ ഡോ പി അറ്റ് എച്ച് എന്ന് പറയുമ്പോൾ അറ്റ് കോൺസ്റ്റന്റ് എൻതാൽപി. ഇനി നമുക്ക് 3 കേസാണ് വരുന്നത്. വെൻ mu greater than 0, when mu less than 0 and mu equal to 0. mu greater than 0 അല്ലെങ്കിൽ ജൂൾ തോംസൺ കോഎഫിഷ്യന്റ് ഗ്രേറ്റർ than 0 അല്ലെങ്കിൽ പോസിറ്റീവ് ആകുമ്പോൾ ടെമ്പറേച്ചർ ഡിക്രീസസ് വെൻ പ്രഷർ ഡിക്രീസസ്. അതായത് ടെമ്പറേച്ചർ ഡിക്രീസസ് വെൻ പ്രഷർ ഡിക്രീസസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂളിംഗ് എഫക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അതിന് നമ്മൾ കൂളിംഗ് എഫക്റ്റ് ആയിട്ടാണ് പറയുന്നത്. ഇനി mu ലെസ് ദാൻ 0 ആവണമെങ്കിൽ എന്ത് വരണം? ടെമ്പറേച്ചർ കൂടുകയും വേണം, അതേസമയം പ്രഷർ കുറയുകയും വേണം. ഓക്കെ, ടെമ്പറേച്ചർ കൂടുകയും വേണം, പ്രഷർ. ഇപ്പൊ ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത്. സോ അങ്ങനെയുള്ള കേസ് mu ലെസ് ദാൻ 0 വേർ ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് വെൻ പ്രഷർ ഡിക്രീസസ്. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എഫക്റ്റ് ഹീറ്റിംഗ് ആയിരിക്കും. ഇവിടെ ടെമ്പറേച്ചർ കുറയാന്ന് പറയുമ്പോഴാണ് നമ്മൾ അതിനെ കൂളിംഗ് എഫക്റ്റ് ആയിട്ട് പറഞ്ഞത്. മൂന്നാമത്തെ കേസ്, ഇഫ് mu ഈസ് ഈക്വൽ ടു 0 there is no temperature change. This happens at inversion temperature. ഇൻവേർഷൻ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ മാക്സിമം ആ ഒരു പർട്ടിക്കുലർ പോയിന്റിന് അപ്പുറത്തേക്ക് എന്ത് ചെയ്യും? ഈ ടെമ്പറേച്ചർ കൂടുകയും കുറയുകയും ചെയ്യും. ഒരു സൈഡിലേക്ക് ടെമ്പറേച്ചർ ആദ്യം കൂടി മാക്സിമം, അത് കഴിഞ്ഞ് കുറയും. ഓക്കെ, അപ്പോൾ ഈ ടെമ്പറേച്ചർ കൂടുന്നതിന് നമ്മൾ ഹീറ്റിംഗ് എഫക്റ്റ് ആയിട്ടും പറയും, ടെമ്പറേച്ചർ കുറയുന്നതിനെ നമ്മൾ കൂളിംഗ് എഫക്റ്റ് ആയിട്ടും പറയും. ഇവിടെ ചോദ്യം ഇതാണ്, throttling of certain gases may be used for getting the refrigeration effect when the value of Joule-Thomson coefficient. Joule-Thomson coefficient കൂളിംഗ് എഫക്റ്റ് കിട്ടണമെങ്കിൽ എന്തായിരിക്കണം? mu is equal to mu greater than 0 ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ mu അല്ല, ഇവിടെ m ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വേർ m is greater than 1 ആകുമ്പോൾ അല്ലെങ്കിൽ Joule-Thomson coefficient greater than 1 ആകുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 1 എന്താണ്? പോസിറ്റീവ് ആണ് ഉദ്ദേശിച്ചത്. ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുന്നതും ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ആണ് എന്നാണ് അതിന്റെ വാല്യൂ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് മൂന്നാമത്തെ ആണ്, m ഗ്രേറ്റർ ദാൻ 1. നമുക്ക് അതിനായിട്ട് ബന്ധപ്പെട്ട 1-2 കാര്യങ്ങളും കൂടെ നോക്കാം. റിയൽ ഗ്യാസസ് ഡോണ്ട് ബിഹേവ് ഐഡിയലി ബിക്കോസ് ഓഫ് ഇന്റർമോളിക്കുലർ ഫോഴ്സസ്. നമുക്കറിയാം സോളിഡ്സിലും ലിക്വിഡിലും ഗ്യാസിലെല്ലാം ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ഉണ്ട്. അതിൽ റിയൽ ഗ്യാസും ഐഡിയൽ ഗ്യാസും ഒരേപോലെ ബിഹേവ് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അതിന്റെ ഇന്റർമോളിക്കുലർ ഫോഴ്സിന്റെ എഫക്റ്റ് ആണ്. വെൻ ദേ എക്സ്പാൻഡ് അറ്റ് സർട്ടൺ ടെമ്പറേച്ചേഴ്സ് മോളിക്യൂൾസ് മൂവ് ഫാർദർ അപ്പാർട്ട് ലോവറിംഗ് ദ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കോസിംഗ് കൂളിംഗ്. അതായത് ടെമ്പറേച്ചർ കൂടി ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് മോളിക്കുലർ മൂവ്മെന്റ് കൂടും. അപ്പോൾ എന്ത് ചെയ്യും? മോളിക്യൂൾസ് വിൽ ബി മൂവിംഗ് അപ്പാർട്ട് ലോവറിംഗ് ദ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ദാറ്റ് കോസസ് ദ കൂളിംഗ്. Gases like nitrogen, CO2 and refrigerants have a positive Joule-Thomson coefficient at a room temperature and cool on throttling. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ഗ്യാസുകളിൽ ഇപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ കൂളിംഗ് എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ Joule-Thomson coefficient എന്താണെന്നുള്ളതാണ് ചോദ്യം. ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ പോസിറ്റീവ് Joule-Thomson coefficient ഉള്ള 1-2 ഗ്യാസുകളുടെ പേരാണ് ഇവിടെ പറഞ്ഞത്. നൈട്രജൻ, CO2, അതുപോലെ ചില റെഫ്രിജറൻസ് എല്ലാം തന്നെ എന്താണ്? Joule-Thomson coefficient പോസിറ്റീവ് ആണ്. ഓക്കെ, ആൻഡ് ദേ കൂൾ ഓൺ ത്രോട്ട്ലിംഗ്. ഹൈഡ്രജൻ ആൻഡ് ഹീലിയം ഹാവ് എ നെഗറ്റീവ് കോഎഫിഷ്യന്റ് Joule-Thomson coefficient at room temperature, so they warm unless cooled below the inversion temperature. സ്പെസിഫിക്കലി ഇൻവേർഷൻ ടെമ്പറേച്ചറിന് താഴേക്ക് അതിനെ കൂൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബൈ ഡീഫോൾട്ട് എന്തായിരിക്കും? ദേ വാം, അല്ലെ? ഓക്കെ, അപ്പോൾ അതായത് നെഗറ്റീവ് കോഎഫിഷ്യന്റ് ആയതുകൊണ്ട് തന്നെ എന്താണ്? ആക്ച്വലി അത് എന്ത് ചെയ്യും? അത് ചൂടാവും. അപ്പൊ അവിടെ ഒരു ഹീറ്റിംഗ് എഫക്റ്റ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ സി, m ഗ്രേറ്റർ ദാൻ 1. Joule-Thomson കോഎഫിഷ്യന്റ് ഇവിടെ m ആണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് m എന്ന് കൊടുത്തത്. m ഗ്രേറ്റർ ദാൻ 1 അല്ലെങ്കിൽ പോസിറ്റീവ് എന്ന് പറയാം. ബാക്കി ഓപ്ഷൻസ് ഏതും പോസിറ്റീവ് വരുന്നില്ല, ഈക്വൽ ടു 0 അല്ല, ഈക്വൽ ടു 1 അല്ല, അതുപോലെ തന്നെ ലെസ് ദാൻ 0 അല്ല, നെഗറ്റീവ് അല്ല. അപ്പൊ പോസിറ്റീവ് കേസ് വരുന്നത് ഓപ്ഷൻ സി മാത്രമാണ്. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The thermodynamic property which is evaluated with the help of Maxwell's equations from the data of
other measurable properties. ഏത് തെർമോഡൈനാമിക് പ്രോപ്പർട്ടി ആണ് മാക്സ്വെൽ ഇക്വേഷൻസിന്റെ സഹായത്തോടു കൂടി നമ്മൾ മെഷർ ചെയ്യുന്നതാണ്? എൻട്രോപ്പി തന്നിട്ടുണ്ട്, എൻതാൽപ്പി, സ്പെസിഫിക് ഹീറ്റ്, അതുപോലെ തന്നെ ലേറ്റന്റ് ഹീറ്റ്. ഇത്ര ഓപ്ഷൻസ് ആണുള്ളത്. ഇപ്പൊ നമുക്ക് നോക്കാം. മാക്സ്വെൽസ് ഇക്വേഷൻസ് കണക്ട് മെഷറബിൾ പ്രോപ്പർട്ടീസ് ലൈക്ക് pressure, temperature and volume with properties that are not directly measurable. അതായത് മെഷറബിൾ പ്രോപ്പർട്ടീസിനെ ഇംമെഷറബിൾ പ്രോപ്പർട്ടീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആണ് മാക്സ്വെൽസ് ഇക്വേഷൻ. മെഷറബിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, ഇതെല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ് ആണ്. ഇനി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത പ്രോപ്പർട്ടികളിൽ വരുന്ന ഒന്നാണ് ഇത് എൻട്രോപ്പി. എൻട്രോപ്പി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ മെഷറബിൾ പ്രോപ്പർട്ടീസ് വെച്ചുകൊണ്ട് ഇംമെഷറബിൾ പ്രോപ്പർട്ടീസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആണ് മാക്സ്വെൽസ് ഇക്വേഷൻസ്. മാക്സ്വെൽസ് ഇക്വേഷൻസ് ആർ ഡിറൈവ്ഡ് ഫ്രം ദ ഫണ്ടമെന്റൽ പൊട്ടൻഷ്യൽസ്, ദാറ്റ് ഈസ് ഇന്റേണൽ എനർജി U, എൻതാൽപ്പി, ഹെൽമോൾട്ട്സ് ഫ്രീ എനർജി ആൻഡ് ഗിബ്സ് ഫ്രീ എനർജി. ഈ പറയുന്ന ഫണ്ടമെന്റൽ പൊട്ടൻഷ്യൽസ് നിന്നാണ് മാക്സ്വെൽസ് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. Although the entropy is the property most directly linked to Maxwell's equations, in practical applications like phase equilibrium, Maxwell's equations lead to Clapeyron equation. Okay, അതായത് മാക്സ്വെൽസ് ഇക്വേഷനും എൻട്രോപ്പിയും തമ്മിൽ വളരെയധികം കണക്റ്റഡ് ആണ്. പക്ഷെ ഫേസ് ഇക്വിലിബ്രിയം പോലെയുള്ള പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഇൻവോൾവ് ചെയ്യുന്ന കേസിൽ മാക്സ്വെൽസ് ഇക്വേഷൻസിൽ നിന്ന് നമ്മൾ വേറെ ഒരു സെറ്റ് ഇക്വേഷനും കൂടെ ഡിറൈവ് ചെയ്തെടുക്കപ്പെടുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ക്ലോഷ്യസ് ക്ലേപ്പറോൺ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ആ ക്ലോഷ്യസ് ക്ലേപ്പറോൺ ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ദിസ് ഇക്വേഷൻ അലൗസ് us to evaluate the enthalpy change or the latent heat from measurable properties such as pressure, temperature and volume. dP by dt is equal to delta H divided by T delta V. Pressure, temperature, volume ഇതെല്ലാം മെഷറബിൾ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇംമെഷറബിൾ ആയിട്ട് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യപ്പെടുന്നത് എൻതാൽപ്പി ആണ്. അപ്പൊ ക്വസ്റ്റ്യനിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത് എൻതാൽപ്പി ആണ്. ഏത് പ്രോപ്പർട്ടി ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഇറ്റ് ഈസ് ദ എൻതാൽപ്പി, ചേഞ്ച് ഓഫ് എൻതാൽപ്പി ദാറ്റ് ഈസ് ബീയിങ് മെഷേർഡ്. എൻട്രോപ്പി എന്ന് പറയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. മാക്സ്വെൽസ് ഇക്വേഷൻസ് മാത്രമാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എൻട്രോപ്പി എന്ന് പറയാം. പക്ഷെ ഇത് മാക്സ്വെൽസ് ഇക്വേഷൻസിൽ നമ്മൾ ഫേസ് ചേഞ്ച് ഇക്വിലിബ്രിയ പോലെയുള്ള കണ്ടീഷൻസ് വരുമ്പോൾ ദാറ്റ് വിൽ ബി ലീഡിങ് ടു ക്ലേപ്പറോൺ ഇക്വേഷൻ. ആ ക്ലേപ്പറോൺ ഇക്വേഷൻസിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ എൻട്രോപ്പി അല്ല കറക്റ്റ് ആൻസർ, എൻതാൽപ്പി ആണ് നമ്മൾ അവിടെ മെഷർ ചെയ്യുന്നത്. കാരണം ഇവിടെ എല്ലാം നമുക്കറിയാം dP by dt is equal to delta H divided by T delta V എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൽ വോളിയം മെഷറബിൾ ആണ്, ടെമ്പറേച്ചർ മെഷറബിൾ ആണ്, പ്രഷർ മെഷറബിൾ ആണ്. ഇതിൽ ഇംമെഷറബിൾ ആയിട്ട് അല്ലെങ്കിൽ ഡയറക്ട്ലി മെഷറബിൾ ആയിട്ട് അല്ലാതെ വരുന്നത് ഒരേ ഒന്നേ ഉള്ളൂ, ദാറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി. സോ ദ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which one of the following gases will have the maximum value of characteristic gas constant? Characteristic constant താഴെ തന്നിട്ടുള്ള ഏത് ഗ്യാസിനാണ് മാക്സിമം വരുന്നത് എന്ന ചോദ്യം. ഓപ്ഷൻസ് ഇതാണ്: ഓക്സിജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് സൾഫർ ഡൈ ഓക്സൈഡ്. നോക്കാം. Universal gas constant gives a link between energy, temperature and amount of substance. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്ന് നമ്മൾ പറയുന്നത് അത് ആക്ച്വലി ഗീവ്സ് എ ലിങ്ക് ബിറ്റ്വീൻ എനർജി, ടെമ്പറേച്ചർ ആൻഡ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. എനർജി എന്നിവിടെ ഉദ്ദേശിച്ചത് PV ആണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്ന നമ്പർ ഓഫ് മോൾസ് ആണ്. ടെമ്പറേച്ചർ ഇവിടെ T ആണ്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന എന്താ? RU എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റിന്റെ റെപ്രസെന്റേഷൻ ആണ്. ചില ടെക്സ്റ്റ് ബുക്കുകളിൽ R എന്നും കൊടുത്തിട്ടുണ്ടാവാറുണ്ട്. രണ്ടും സെയിം ആണ്. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിലാണ് നമ്മൾ മെയിൻ ആയിട്ട് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ഇക്വേഷൻ നമ്മൾ ഉപയോഗിച്ചു വരുന്നത്. PV is equal to nRT. നമുക്കറിയാം PV is equal to nRT എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആണ്. The universal gas constant is the same for all gases with a value of 8.314 joule per mole Kelvin.
നമുക്കറിയാം യൂണിവേഴ്സൽ എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഒരൊറ്റ വാല്യൂ കാണുള്ളൂ. അത് എല്ലാ ഗ്യാസിനും സെയിം ആണ്, 8.314 ജൂൾ പെർ മോൾ കെൽവിൻ. അതേസമയം characteristic gas constant which is specific to each gas is obtained by dividing the universal gas constant by the molecular mass of the gas. Characteristic gas constant അല്ലെങ്കിൽ തന്നെ നമ്മൾ specific gas constant എന്ന് പറയാറുണ്ട്. So R is equal to RU divided by M. Universal gas constant നെ ആ ഗ്യാസിന്റെ മോളിക്കുലർ മാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്താണോ അതാണ് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്യാസ് കോൺസ്റ്റന്റ്. R is equal to RU divided by M. ഇനി PV is equal to MRT, അതായത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷന്റെ മാസ് ഫോം ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നമുക്ക് PV is equal to nRT എന്ന് പറയുന്നത് നേരത്തെ എഴുതിയിരുന്നത് മോളാർ ഫോം ആണ്. വേറെ N is the number of moles. നമുക്കറിയാം number of moles is equal to mass of the gas divided by molecular mass. Okay, അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്ത ഫോമാണ് മാസ് ഫോം PV is equal to MRT. ഇനി ഇവിടെ ചോദ്യമാണ് which one of the following gases will have the maximum value of characteristic gas constant. അപ്പൊ characteristic gas constant വാല്യൂ മാക്സിമം എന്ന് ചോദിച്ചിട്ടില്ല, എത്രയാണ് വാല്യൂ എന്ന് ചോദിച്ചിട്ടില്ല. അപ്പൊ അത് നമ്മൾ മോളിക്കുലർ വെയിറ്റിനെ മോളിക്കുലർ മാസിനെ ഡിപ്പെൻഡ് ചെയ്യും, ഏതാണ് ഹൈ ഏതാണ് ലോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഗ്യാസിൽ മോളിക്കുലർ മാസ് ഓഫ് നൈട്രജൻ 28 ആണ്, മോളിക്കുലർ മാസ് ഓഫ് ഓക്സിജൻ 32 ആണ്, മോളിക്കുലർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് 44 ആണ്. Since the characteristic gas constant is inversely proportional to the molecular weight, nitrogen having the lowest molecular weight among the given gases will have the maximum value of characteristic gas constant. അതായത് characteristic gas constant എന്ന് പറയുന്നത് നമുക്കറിയാം R is equal to RU divided by M. അപ്പോ M ഇത് R ന്റെ വാല്യൂ മാക്സിമം ആവണമെങ്കിൽ എന്ത് വേണം, M ന്റെ വാല്യൂ മിനിമം ആവണം, അല്ലെങ്കിൽ മോളിക്കുലർ മാസ് മിനിമം ആവണം. ഇപ്പൊ തന്നിട്ടുള്ളതിൽ മോളിക്കുലർ മാസ് മിനിമം ആയിട്ടുള്ളത് നൈട്രജൻ ആണ്. സോ ഓപ്ഷൻ ബി നൈട്രജൻ ഈസ് ദ കറക്റ്റ് ആൻസർ. Nitrogen has got maximum value of characteristic gas constant. Next question. For a heat engine operating on Carnot cycle, the work output is 25% of the heat rejected to sink. The thermal efficiency for the engine would be. അതായത് ഹീറ്റ് എഞ്ചിൻ വർക്കിംഗ് ഓൺ കാർനോട്ട് സൈക്കിൾ ഔട്ട്പുട്ട് വർക്ക് എന്ന് പറയുന്നത് ഹീറ്റ് റിജക്റ്റഡിന്റെ 25% അങ്ങനെയാണെങ്കിൽ അതിന്റെ തെർമൽ എഫിഷ്യൻസി എന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ 10%, ഓപ്ഷൻ ബി 50%, ഓപ്ഷൻ സി 30%, ഓപ്ഷൻ ഡി 20%. സോ തന്നിട്ടുള്ളത് വർക്ക് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു 25% of the heat rejected to sink. So W is equal to 0.25 into QC, where QC is the amount of heat rejected to the cold reservoir അല്ലെങ്കിൽ sink. For a heat engine, QH is equal to W plus QC. QH എന്ന് പറയുന്നത് എന്താ, amount of heat absorbed. QC എന്ന് പറയുന്നത് amount of heat rejected. ഇത് രണ്ടും കൂടെ അതായത് വർക്ക് ഔട്ട്പുട്ടും റിജക്ട് ചെയ്യുന്ന ഹീറ്റും കൂടെ കൂട്ടുന്നതാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് QH is equal to W plus QC, where QH is the amount of heat supplied from the high temperature reservoir. We know that the thermal efficiency eta is equal to W divided by QH. Okay, net work output divided by heat supplied ആണ് കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസി നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് QH is equal to എന്ത് വരും, QH is equal to W plus QC ആണെന്ന് നേരത്തെ പറഞ്ഞു. സോ 0.25 QC plus QC. ഓക്കെ, W is equal to 0.25 QC ആണെന്ന് തന്നിട്ടുണ്ട്. 25% വർക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഹീറ്റ് റിജക്റ്റഡിന്റെ 25% പറഞ്ഞു തന്നിട്ടുണ്ട്. സോ W will be equal to 0.25 QC. QH is equal to 0.25 QC plus QC, that is 1.25 QC. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഈ ഇക്വേഷനിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. W എന്ന് പറയുന്നത് 0.25 QC, പിന്നെ QC അങ്ങനെ തന്നെ എഴുതി. ഓക്കെ, that is 0.25 plus 1 QC 1.25 QC. റേഷ്യോ എടുക്കുമ്പോഴത്തേക്ക് ഈറ്റ is equal to
0.25 QC divided by 1.25 QC, that is equal to 0.2 or 20%. ഇപ്പൊ തെർമൽ എഫിഷ്യൻസി ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഓപ്ഷൻ ഡി 20% is the correct answer. Next question. In a Carnot cycle, the addition of heat takes place at Carnot cycle heat addition നടക്കുന്നത് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. കോൺസ്റ്റന്റ് പ്രഷറിലാണോ, കോൺസ്റ്റന്റ് വോളിയത്തിലാണോ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണോ, പാർട്ട്ലി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് പാർട്ട്ലി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഈ 4 ഓപ്ഷൻസിൽ ഏതാണെന്നുള്ള ചോദ്യം. അപ്പൊ നമുക്ക് ആദ്യം കാർനോട്ട് സൈക്കിൾ എന്താണെന്ന് നോക്കാം, ഏതൊക്കെ പ്രോസസ് ആണ് നടക്കുന്നത് നോക്കാം. So this is the schematic PV diagram of a Carnot cycle starting from 1 to 2, then from 2 to 3, 3 to 4 and 4 to 1. രണ്ട് ഐസോതേംസും 2 അഡയബാറ്റിക്സും. എല്ലാ പ്രോസസ്സും റിവേഴ്സിബിൾ ആണ്. നമുക്കറിയാം Carnot cycle is the most ideal cycle. So all the processes that is involved in a Carnot cycle are completely reversible. Okay, അപ്പോൾ കംപ്രഷൻ പ്രോസസ്സും എക്സ്പാൻഷൻ പ്രോസസ്സും മാറി മാറി വരുന്നു. അതൊക്കെയാണ് നോക്കാം. സോ ഫസ്റ്റ് വൺ, ദ ഐസോതെർമൽ എക്സ്പാൻഷൻ അറ്റ് TH. TH എന്ന് പറയുന്നത് ഹയർ ടെമ്പറേച്ചർ, TL എന്ന് പറയുന്നത് ലോവർ ടെമ്പറേച്ചർ. ഹൈ ലോ എന്ന് പറഞ്ഞ 2 ടെമ്പറേച്ചർ ഉള്ളൂ. The working fluid absorbs heat QH from the source at a constant high temperature and this is where heat addition occurs. അതായത് ഈ ഒരു പ്രോസസ് 1 to 2 എന്ന് പറയുന്നത് ഐസോതെർമൽ എക്സ്പാൻഷൻ ഓർ ഹീറ്റ് അഡീഷൻ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ where the working fluid is absorbing heat from the high temperature source. Okay, so that is the first one. Second process is the adiabatic expansion where the system expands without heat transfer where the temperature drops from TH to TC. രണ്ടാമത്തെ പ്രോസസ്സ് നമ്മൾ വേണമെങ്കിൽ പറയാം 2 to 3 ആണ്. അത് അഡയബാറ്റിക് ആണ് എന്ന് വെച്ചാൽ no heat is entering into the system, no heat is leaving from the system. So it is the adiabatic expansion where the temperature drops from TH to TC. Third process is the isothermal compression at it happening at TC where heat QC is rejected to the sink at a constant low temperature. Again the process is isothermal where the heat rejection is being taking place. Heat QC is rejected to the sink at constant low temperature. Then last process is the adiabatic compression where the system is compressed without heat transfer. Temperature rises back to TH. അപ്പോൾ ആദ്യം പറഞ്ഞത് ഐസോതെർമൽ എക്സ്പാൻഷൻ, രണ്ടാമത്തേത് അഡിയബാറ്റിക് എക്സ്പാൻഷൻ, മൂന്നാമത്തേത് ഐസോതെർമൽ കംപ്രഷൻ, നാലാമത്തേത് അഡിയബാറ്റിക് കംപ്രഷൻ. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഹീറ്റ് അഡീഷൻ ഇൻ എ കാർനോട്ട് സൈക്കിൾ, ദ ഹീറ്റ് അഡീഷൻ ടേക്സ് പ്ലേസ് അറ്റ് കോൺസ്റ്റന്റ്. ഏതിലാണ്? പ്രഷറിലാണോ, വോളിയത്തിലാണോ, അതുപോലെ തന്നെ ടെമ്പറേച്ചറിലാണോ എന്ന് ചോദ്യം. അപ്പൊ നമ്മളിപ്പോ നോക്കിയതിൽ വെച്ച് നമുക്ക് മനസ്സിലായി ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ് ഹീറ്റ് ആഡ് ചെയ്യുന്നത്. ഹീറ്റ് ഈസ് ബീൻ ആഡഡ് ഐസോതെർമലി അല്ലെ. അല്ല, ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ എന്താ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഇൻ എ കാർനോട്ട് സൈക്കിൾ heat addition takes place at a constant temperature. Option C is the correct answer. Next question, which of the following is a correct statement? താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദ്യം. A reversible adiabatic process is an isentropic process. Second one, an isentropic process is an adiabatic process. Third one, an reversible adiabatic process is a constant entropy process. Fourth option is entropy decreases during irreversible adiabatic process. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് നോക്കാം. From second law of thermodynamics we already have the equation. The change of entropy ds is equal to dq by t plus ds gen. Okay, so ds എന്ന് പറയുന്നത് എന്താ? ചേഞ്ച് ഇൻ എൻട്രോപ്പി. dq എന്ന് പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ, t എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, ds gen എന്ന് പറയുന്നത് എൻട്രോപ്പി ജനറേഷൻ. ഇനി റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്, അതായത് ഓരോരോ ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് നോക്കാം ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് ഏതാണ് കറക്റ്റ് എന്നുള്ളത് ഓരോരോ ഓപ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് അത് കറക്റ്റ് ആണോ ഇല്ല എന്നുള്ളത് നോക്കാം. ഓപ്ഷൻ 1 പറയുന്നത് ഇൻ എ റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ് there is no heat transfer and no irreversibilities.
അല്ലെ? റിവേഴ്സിബിൾ പ്രോസസ് ആയതുകൊണ്ട് തന്നെ എന്താണ് ഇറിവേഴ്സിബിലിറ്റീസിൽ പ്രസന്റ് ആയിരിക്കില്ല. അതുപോലെ അഡയബാറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദർ വോണ്ട് ബി എനി ഹീറ്റ് ട്രാൻസ്ഫർ. അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞിട്ടുള്ളത്. ഇറിവേഴ്സിബിൾ അഡയബാറ്റിക് പ്രോസസ് ഈസ് ആൻ ഐസെൻട്രോപിക് പ്രോസസ്. ഓക്കെ, അപ്പൊ എൻട്രോപ്പി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് Q0 ആണ്. Q0 എന്ന് ആൾറെഡി പറഞ്ഞു. എൻട്രോപ്പി ജനറേഷൻ ഒന്നും ഇല്ല, നോ ഇറിവേഴ്സിബിലിറ്റീസ്. അപ്പൊ എൻട്രോപ്പി ജനറേഷൻ ഒന്നും ഇല്ല. അപ്പൊ ഡി എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഡി എസ് 0 ആവണമെങ്കിൽ എസ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. എസ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ ഐസെൻട്രോപിക് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തെ ഓപ്ഷൻ ഐസെൻട്രോപിക് പ്രോസസ് ഈസ് ആൻ അഡയബാറ്റിക് പ്രോസസ് എന്നാണ് പറയുന്നത്. ആൻ ഐസെൻട്രോപിക് പ്രോസസ് ഈസ് ആൻ അഡയബാറ്റിക് പ്രോസസ്. ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് ട്രൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസെൻട്രോപിക് പ്രോസസ് എല്ലായ്പ്പോഴും അഡയബാറ്റിക് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് റിവേഴ്സിബിൾ ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ് വിത്ത് പെർഫെക്റ്റ് റീജനറേഷൻ. പെർഫെക്റ്റ് റീജനറേഷനോട് കൂടിയിട്ടുള്ള റിവേഴ്സിബിൾ ഐസോതെർമൽ കംപ്രഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ എൻതാൽപി ചേഞ്ച് വിൽ ബി ഈക്വൽ ടു 0. ടോട്ടൽ എൻതാൽപി ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ എസ് ടോട്ടൽ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എസ് സിസ്റ്റം പ്ലസ് ഡെൽറ്റ എസ് സറൗണ്ടിങ്. ഓക്കെ, അപ്പോ അതില് കംപ്രഷൻ പ്രോസസ് ആണ്. അപ്പൊ കംപ്രഷൻ പ്രോസസ് ആകുമ്പോൾ എന്താണ്? തീർച്ചയായിട്ടും ഒരു ഹീറ്റ് ലോസ് ഉണ്ടാവും. Heat is lost by the system, which is the gas. So heat loss by the system during the isothermal compression is equal to heat gained by the regenerator. Perfect regeneration എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആണെങ്കിൽ മാത്രമേ എന്താണ് ഈ ഒരു കണ്ടീഷൻ ഓക്കെ ആവുള്ളൂ. അതായത് റിവേഴ്സിബിൾ ഐസോതെർമൽ കംപ്രഷൻ വിത്ത് പെർഫെക്റ്റ് റീജനറേഷൻ എന്ന് പറയുമ്പോൾ സിസ്റ്റം ലൂസ് ചെയ്യുന്ന ഹീറ്റ് മുഴുവൻ റീജനറേറ്റർ അബ്സോർബ് ചെയ്യുന്നു. അതായത് ടോട്ടൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ദാറ്റ് ഈസ് ലോസ്റ്റ് ബൈ ദ സിസ്റ്റം ഈസ് ഈക്വൽ ടു ടോട്ടൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ദാറ്റ് ഈസ് ബീൻ ഗെയിൻഡ് ബൈ ദ സറൗണ്ടിങ്. അവിടെ ഒരു എനർജി ബാലൻസ് വന്നുകൊണ്ട് ഒന്ന് മറ്റേതിന്റെ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഒന്ന് ഹീറ്റ് കൊടുക്കുന്നു. അതായത് ഡെൽറ്റ എസ് സിസ്റ്റം എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. കാരണം എന്താണ്? ഹീറ്റ് ലോസ്റ്റ് ബൈ ദ സിസ്റ്റം. ഇവിടെ എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത് കൊടുക്കുന്ന ഹീറ്റ് മുഴുവൻ ഇങ്ങോട്ടാണ് പോകുന്നത്. അപ്പോ ഒന്ന് പോസിറ്റീവ്, ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവ് ആയിരിക്കും. അപ്പോ ഇത് തമ്മിൽ എന്താവും? ക്യാൻസൽ ഔട്ട് ആവും. റിവേഴ്സിബിൾ ഐസോതെർമൽ കംപ്രഷന്റെ കേസിൽ റിവേഴ്സിബിൾ ഐസോതെർമൽ കംപ്രഷൻ വിത്ത് പെർഫെക്റ്റ് റീജനറേഷൻ വേർ the total heat that is lost by the system will be equal to the heat gained by the regenerator, making the total enthalpy change is equal to 0 where the entropy is a constant. അപ്പോ അവിടെ രണ്ടാമത്തെ ഓപ്ഷനിൽ ഐസെൻട്രോപിക് എന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷേ അത് അഡയബാറ്റിക് ആയിരിക്കുമോ? ഇല്ല. കാരണം അഡയബാറ്റിക് ആണെങ്കിൽ ഹീറ്റ് ലോസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഹീറ്റ് ഗെയിൻ ഉണ്ടാവില്ല. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്യാസ് ഈസ് ലൂസിങ് ഹീറ്റ് ആൻഡ് റീജനറേറ്റർ ഈസ് ഓൾസോ ഗെയിനിങ് ഹീറ്റ്. അപ്പൊ അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രോസസ്സിനെ നമുക്ക് അഡയബാറ്റിക് എന്ന് പറയാൻ പറ്റില്ല. ദാറ്റ് മീൻസ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ല, അല്ലെങ്കിൽ ട്രൂ അല്ല. ഓക്കെ, ഇനി അടുത്തതോ? ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഓരോരോ ഓപ്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നേ ഉള്ളൂ. രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ഇപ്പൊ ഡിസ്കസ് ചെയ്തത്. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. ഇൻ ആൻ ഇറിവേഴ്സിബിൾ അഡയബാറ്റിക് പ്രോസസ് there is no heat transfer, that is Q equal to 0, but irreversibilities like friction, turbulence cause entropy generation. മൂന്നാമത്തെ ഓപ്ഷൻ ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താ? ആൻഡ് ഇറിവേഴ്സിബിൾ അഡയബാറ്റിക് പ്രോസസ് ഈസ് എ കോൺസ്റ്റന്റ് എൻട്രോപ്പി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എൻട്രോപ്പി കോൺസ്റ്റന്റ് ആവണമെങ്കിൽ എൻട്രോപ്പി ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല, അല്ലെ? എൻട്രോപ്പി ചേഞ്ച് 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എൻട്രോപ്പി കോൺസ്റ്റന്റ് ആയിരിക്കും. ഇറിവേഴ്സിബിൾ അഡയബാറ്റിക് പ്രോസസ്സിൽ അഡയബാറ്റിക് ആണെന്ന് നമുക്ക് ഓക്കെ എന്ന് പറയാം, കാരണം അഡയബാറ്റിക് Q0 ആണ്. പക്ഷെ ഇറിവേഴ്സിബിളില് പേര് പറയും പോലെ തന്നെ ഇറിവേഴ്സിബിലിറ്റീസ് ഒരുപാട് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എൻട്രോപ്പി ജനറേഷൻ ഉണ്ടാവും. ഒരിക്കലും എൻട്രോപ്പി ചേഞ്ച് 0 ആയിരിക്കില്ല. ഓക്കെ, സോ ഓപ്ഷൻ 3 ഈസ് ഓൾസോ നോട്ട് കറക്റ്റ്. ഓക്കെ, there will be irreversibilities, so entropy generation is there, entropy is not a constant. From second law of thermodynamics, entropy of an isolated system cannot decrease. ഇവിടെ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞിട്ടുള്ളവര്? ഇറിവേഴ്സിബിലിറ്റി പ്രോസസ്സിൽ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇറിവേഴ്സിബിൾ പ്രോസസ് ഈസ് എ കോൺസ്റ്റന്റ് എൻട്രോപ്പി പ്രോസസ് എന്ന് പറയുന്നത് തെറ്റാണ്. ഇനി നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻ ആൻ ഇറിവേഴ്സിബിൾ അഡയബാറ്റിക് പ്രോസസ് എൻട്രോപ്പി ഇൻക്രീസസ് ഡ്യൂ ടു ഇറിവേഴ്സിബിലിറ്റീസ്. ഓക്കെ, ദാറ്റ് ഈസ് ഓപ്ഷൻ 4.
എൻട്രോപ്പി ഡിക്രീസസ് ആണ് നാലാമത്തെ ഓപ്ഷൻ പറഞ്ഞിട്ടുള്ളത്. എൻട്രോപ്പി ഡിക്രീസസ് ഡ്യൂറിങ് ആൻ ഇറിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും തെറ്റാണ്. കാരണം ഇറിവേഴ്സിബിലിറ്റി പ്രോസസ്സിൽ എൻട്രോപ്പി ഇൻക്രീസസ് ഡ്യൂ ടു ഇറിവേഴ്സിബിലിറ്റി. നമുക്കറിയാം ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രീസ് ഓഫ് എൻട്രോപ്പി, എൻട്രോപ്പി ഓഫ് ദി യൂണിവേഴ്സ് ഓൾവേസ് ഇൻക്രീസസ്, ക്യാൻ നെവർ ഡിക്രീസ്. ഇവിടെ ഡിക്രീസ് എന്നാണ് ഓപ്ഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതും എന്താണ്? തെറ്റാണ്. അപ്പൊ ഇവിടെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ് ഈസ് എൻ ഐസെൻട്രോപിക് പ്രോസസ്. നമ്മൾ ഈ ഡിസ്കസ് ചെയ്തതെന്ന് മനസ്സിലായത് ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ് ഈസ് എൻ ഐസെൻട്രോപിക് പ്രോസസ്. Next question, for the same compression ratio and heat supply, the air standard efficiency of an Otto cycle compared to that of diesel cycle. ഒരേ കംപ്രഷൻ റേഷ്യോവും ഒരേ ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് എഫിഷ്യൻസി തമ്മിൽ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി ഓഫ് ഓട്ടോ സൈക്കിൾ, എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി ഓഫ് ഡീസൽ സൈക്കിൾ, ഏതാണ് കൂടുതൽ ഏതാണ് കുറവ്, അതെല്ലാം ഈക്വൽ ആയിരിക്കുമോ അല്ല പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളാണ് ഓപ്ഷനായിട്ട് തന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഓട്ടോ സൈക്കിൾ അല്ലെങ്കിൽ SI എഞ്ചിൻസ് ഫോളോ ചെയ്യുന്ന സൈക്കിളാണ് എയർ സ്റ്റാൻഡേർഡ് സൈക്കിളാണ് ഓട്ടോ സൈക്കിൾ. ഹീറ്റ് അഡീഷൻ occurs at constant volume and this results in a high peak temperature and pressure for a given compression ratio and hence efficiency is higher. അതായത് ഓട്ടോ സൈക്കിൾ അല്ലെങ്കിൽ നമുക്ക് കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ എന്ന് പറയാം. കോൺസ്റ്റന്റ് വോളിയം സൈക്കിളിൽ ഹീറ്റ് അഡീഷൻ നടക്കുന്നത് കോൺസ്റ്റന്റ് വോളിയത്തിലാണ്. അതിന്റെ ഫലമായിട്ട് പീക്ക് ടെമ്പറേച്ചറും പ്രഷറും എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. ഹയർ റിസൾട്ടിംഗ് ഇൻ ഹയർ പീക്ക് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഫോർ എ ഗിവൺ കംപ്രഷൻ റേഷ്യോ which is the reason for the higher efficiency of an Otto cycle. Okay. ഇനി രണ്ടാമത്തെ കേസ് ഡീസൽ സൈക്കിൾ ആണ്. കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻസിലാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. ഹീറ്റ് അഡീഷൻ occurs at constant pressure and for the same compression ratio the effective expansion ratio is smaller which reduces the efficiency compared to Otto cycle. അതിനകത്ത് എക്സ്പാൻഷൻ റേഷ്യോ കൂടെ അതിനകത്ത് കടന്നു വരുന്നുണ്ട് ഡീസൽ സൈക്കിളിൽ. അതുപോലെ തന്നെ ഈ ഡീസൽ സൈക്കിളില് ഹീറ്റ് അഡീഷൻ കോൺസ്റ്റന്റ് പ്രഷറിലാണ് നടക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ എഫിഷ്യൻസിയുടെ എക്സ്പ്രഷൻസ് എന്താണെന്ന് ജസ്റ്റ് നോക്കാം. ഓട്ടോ സൈക്കിളിന്റെ എഫിഷ്യൻസി വരുന്നത് ഓട്ടോ ഈസ് ഈക്വൽ ടു 1 by r raised to gamma minus 1 where gamma is the ratio of specific heat. നമുക്കറിയാം R എന്ന് പറയുന്നത് കംപ്രഷൻ റേഷ്യോ ആണ്. ഫോർ എ ഗിവൺ കംപ്രഷൻ റേഷ്യോ ആൻഡ് ഹീറ്റ് സപ്ലൈ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കംപ്രഷൻ റേഷ്യോ സെയിം ആയിരിക്കണം. രണ്ട് ഡീസൽ ആണെങ്കിലും ഓട്ടോ ആണെങ്കിലും ഒരേ കംപ്രഷൻ റേഷ്യോ ഒരേ ഹീറ്റ് സപ്ലൈഡ്, അങ്ങനെ ആണെങ്കിൽ ഏതാണ് എഫിഷ്യൻസി കൂടുതൽ എന്നാണ് ചോദ്യം. ഇനി എഫിഷ്യൻസി ഓഫ് ഡീസൽ സൈക്കിൾ ഈസ് ഈക്വൽ ടു 1 by r raised to gamma minus 1 into rho raised to gamma minus 1 divided by gamma into rho minus 1. ഇവിടെ റോ എന്ന് പറയുന്നത് കട്ട് ഓഫ് റേഷ്യോ ആണ്. കട്ട് ഓഫ് റേഷ്യോ എന്ന് പറയുമ്പോൾ റേഷ്യോ ഓഫ് വോളിയംസ് ഡ്യൂറിങ് ഹീറ്റ് അഡീഷൻ. ഹീറ്റ് ആഡ് ചെയ്യുന്നതിന് മുന്നേയും ഹീറ്റ് ആഡ് ചെയ്യുന്നതിന് ശേഷമുള്ള വോളിയത്തിന്റെ ആ ഒരു റേഷ്യോ V3/V2 ആണ് കട്ട് ഓഫ് റേഷ്യോ. ഇൻ ദ കേസ് ഓഫ് ഡീസൽ എഞ്ചിൻസ് റോ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. എന്താണ് കാര്യം എന്ന് വെച്ചാൽ ഡ്യൂറിങ് ദ കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ, നമുക്കറിയാം ഡീസൽ സൈക്കിളിൽ കോൺസ്റ്റന്റ് പ്രഷറിലാണ് ഹീറ്റ് അഡീഷൻ നടക്കുന്നത്. ഡ്യൂറിങ് ദ കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ ഇൻ എ ഡീസൽ സൈക്കിൾ the piston moves outward which means the cylinder volume is increasing. Cylinder volume increasing എന്ന് പറയുമ്പോൾ V3 കൂടിക്കൊണ്ടേയിരിക്കുന്നു അല്ലെ. പിസ്റ്റൺ ഔട്ട്വേർഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നതോടൊപ്പം എന്താണ് സിലിണ്ടറിന്റെ വോളിയം അല്ലെങ്കിൽ V3 കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ V3 കൂടുമ്പോൾ എന്താണ് ഓട്ടോമാറ്റിക് ആയിട്ട് V3/V2 കൂടും. പക്ഷെ V3/V2 എന്ന് പറഞ്ഞാൽ എന്താണ്? റോ ആണ് അല്ലെങ്കിൽ കട്ട് ഓഫ് റേഷ്യോ ആണ്. സോ ഇറ്റ് വിൽ ഓൾവേസ് ബി ഗ്രേറ്റർ ദാൻ 1. ഓക്കെ. Always in the case of diesel cycle the cutoff ratio is greater than 1, so diesel efficiency is always lower than auto efficiency for the same compression ratio. അപ്പോൾ ഈ ഒരു എഫിഷ്യൻസിയുടെ എക്സ്പ്രഷനിൽ എന്താണ് റോ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഗ്രേറ്റർ ദാൻ 1 ഒക്കെ ആവുന്ന സമയത്ത് ഡിനോമിനേറ്റർ എന്ത് ചെയ്യും? ഡിനോമിനേറ്റർ കൂടുമ്പോൾ എന്ത് ചെയ്യും? ഓവറോൾ വാല്യൂ എന്ന് പറയുന്നത് കുറയും. ഓക്കെ, അതാണ് ഇവിടെ റീസൺ. സോ ഡീസൽ എഫിഷ്യൻസി is always lower than auto efficiency for the same compression ratio. നമുക്ക് കട്ട് ഓഫ് റേഷ്യോനെ കുറിച്ചുള്ള കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലാർജർ ദ കട്ട് ഓഫ് റേഷ്യോ
longer the heat addition duration, which means lower efficiency. അപ്പോൾ റോയുടെ വാല്യൂ അല്ലെങ്കിൽ കട്ട് ഓഫ് റേഷ്യോ വാല്യൂ കൂടുന്നതിന്റെ അർത്ഥം എന്താണ്? ഹീറ്റ് അഡീഷന്റെ ഡ്യൂറേഷൻ കൂടുന്നു, അതിനനുസരിച്ച് എന്താണ്? എഫിഷ്യൻസി കുറയുന്നു. അതേപോലെ സ്മോളർ റേഷ്യോ, അതായത് കട്ട് ഓഫ് റേഷ്യോ കുറവാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി റിസൾട്ടിങ് ഇൻ ഷോർട്ടർ ഹീറ്റ് അഡീഷൻ ഡ്യൂറേഷൻ റിസൾട്ടിങ് ഇൻ എ ഹയർ എഫിഷ്യൻസി. അപ്പൊ കട്ട് ഓഫ് റേഷ്യോ കൂടുന്ന സമയത്ത് എഫിഷ്യൻസി കുറയും. അതേപോലെ കട്ട് ഓഫ് റേഷ്യോ കുറയുന്ന സമയത്ത്, അതായത് ചെറിയ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ എഫിഷ്യൻസി എന്ത് ചെയ്യും? കൂടും. അപ്പൊ ഇത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഓപ്ഷൻ സി മോർ ആണ് കറക്റ്റ് ആൻസർ. ദാറ്റ് ഈസ് ഓട്ടോ സൈക്കിൾ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി ഓഫ് ആൻ ഓട്ടോ സൈക്കിൾ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ഡീസൽ സൈക്കിൾ ഈസ് മോർ. എന്ന് വെച്ചാൽ ഓട്ടോ സൈക്കിളിലാണ് സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി കൂടുതൽ എന്നാണ് മീനിങ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which parameter can be considered to remain constant if the value of exponent n in the polytropic equation PV raised to n is equal to constant takes a unit value? n ന്റെ വാല്യൂ 1, യൂണിറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് n ന്റെ വാല്യൂ 1 ആകുമ്പോഴത്തേക്ക് താഴെ തന്നിട്ടുള്ള പാരാമീറ്റേഴ്സിൽ ഏതാണ് കോൺസ്റ്റന്റ് ആയിട്ട് മാറുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, PV raised to n is equal to constant എന്ന് പറയുന്നത് ജനറലൈസ്ഡ് പോളിട്രോപിക് ഇക്വേഷൻ ആണ്. താഴെ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഒന്ന് എൻതാൽപ്പി ആണ്, രണ്ടാമത്തേത് ഇന്റേണൽ എനർജി ആണ്, മൂന്നാമത്തേത് എൻട്രോപ്പി ആണ്, നാലാമത്തേത് പ്രഷർ അല്ലെങ്കിൽ വോളിയം ആണ് തന്നിട്ടുള്ളത്. നോക്കാം. For a polytropic process, PV raised to n is equal to constant, where the value of the exponent n determines the type of thermodynamic process. PV raised to n എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് പോളിട്രോപിക് പ്രോസസ് ആണ്. അതിൽ എന്ന് പറയുന്നത് നമ്മൾ പോളിട്രോപിക് ഇൻഡെക്സ് എന്ന് പറയും. എന്നിന്റെ വാല്യൂ മാറുന്നതനുസരിച്ച് നമുക്ക് ആ പ്രോസസ്സിന്റെ നേച്ചർ മാറും. ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്പോണന്റ് n ഡിറ്റർമൈൻ ദ ടൈപ്പ് ഓഫ് തെർമോഡൈനാമിക് പ്രോസസ്. ദെൻ ഐസോതെർമൽ, അതായത് n ഈസ് ഈക്വൽ ടു 0 ആണ് എന്നുണ്ടെങ്കിൽ 0 എന്ന് തുടങ്ങാം. n ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണ് ആ ഇക്വേഷൻ എന്തായിട്ട് മാറും? PV raised to 0 is equal to constant, അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്താ എഴുതാം? P is equal to constant, അല്ലെങ്കിൽ അത് കോൺസ്റ്റന്റ് പ്രഷർ അല്ലെങ്കിൽ ഐസോബാറിക് പ്രോസസ് ആണ് when n is equal to 0. ഇനി n എന്ന് പറയുന്നത് 1 ആവുമ്പോൾ എന്ത് വരും? PV raised to 1 is equal to constant അല്ലെങ്കിൽ PV കോൺസ്റ്റന്റ്. അതെന്താണ്? ഇറ്റ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഐസോതെർമൽ പ്രോസസ്. ഈ മൂന്നാമത്തെ കേസ് when n is equal to infinity, PV raised to infinity എന്ന് പറയുമ്പോൾ എന്താണ്? അത് വോളിയം ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ദ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്. ദെൻ n ഈസ് ഈക്വൽ ടു ഗാമ, PV റേസ് ടു എന്നില് n ഈസ് ഈക്വൽ ടു ഗാമ ആണെങ്കിൽ അത് എന്ത് വരും? PV റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. അത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, ഐസെൻട്രോപിക് പ്രോസസ്സിനുള്ള ഇക്വേഷൻ ആണ്. അപ്പോൾ n ന്റെ വാല്യൂ മാറി വരുന്നതനുസരിച്ച് അത് കോൺസ്റ്റന്റ് പ്രഷറോ കോൺസ്റ്റന്റ് വോളിയമോ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറോ അല്ലെങ്കിൽ ഐസെൻട്രോപിക് ഒക്കെ ആയിട്ട് മാറും. ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് n ന്റെ വാല്യൂ 1 ആവുമ്പോ എന്താണ് എന്നാണ് ചോദ്യം. ഐസോതെർമൽ പ്രോസസ്സിലാണ് നമുക്ക് n 1 ആവുന്നത് നമ്മളിപ്പോ കണ്ടു. when n is equal to 1 the process becomes PV equal to constant, which is the equation for isothermal. പക്ഷെ അവിടെ ഐസോതെർമൽ എന്നുള്ളതോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്നുള്ള ഓപ്ഷൻ ഒന്നും ഇല്ല. നോക്കാം. When temperature is constant, the internal energy, which is a function of temperature, also remain constant. For an ideal gas, temperature constant ആവുന്ന സമയത്ത് എന്താണ് internal energy? Internal energy is a function of temperature for an ideal gas. നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പൊ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഇന്റേണൽ എനർജി കൂടും, ടെമ്പറേച്ചർ കുറയുന്നതനുസരിച്ച് ഇന്റേണൽ എനർജി കുറയും. അപ്പൊ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നില്ല അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആക്കി നിൽക്കുന്നു എങ്കിൽ ഇന്റേണൽ എനർജി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ താഴെ തന്നിട്ടുള്ള ഏത് ഓപ്ഷൻ ആണ് കോൺസ്റ്റന്റ് ആവുന്നത് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആക്കി നിൽക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇന്റേണൽ എനർജി ആണ്. ഓക്കെ, ഐസോതെർമൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത് കൊടുക്കാമായിരുന്നു, അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടെങ്കിൽ കൊടുക്കാമായിരുന്നു. രണ്ടും ഇല്ല. ഇപ്പൊ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആകുമ്പോൾ ഐസോതെർമൽ പ്രോസസ്സിൽ എന്താണ് ഇന്റേണൽ എനർജിയും കോൺസ്റ്റന്റ് ആക്കി അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആവും എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഓപ്ഷൻ ബി ഇന്റേണൽ എനർജി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. As differentials, work and heat would be described mathematically as. ഹീറ്റിനെയും വർക്കിനെയും നമ്മൾ എന്തായിട്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് വരുന്ന ഇതാണ്: എക്സാക്ട് ഡിഫറൻഷ്യൽ, ഡിസ്കണ്ടിന്യൂറ്റി, ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽ,
പോയിന്റ് ഫംഗ്ഷൻ. ഇതിലേതായിട്ടാണ് നമ്മൾ ഹീറ്റിനെയും വർക്കിനെയും ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. നോക്കാം. Exact differentials corresponds to a state function like internal energy, enthalpy, entropy, which depends only on the initial and final states, not on the path. തെർമോഡൈനാമിക്സിൽ നമ്മൾ പോയിന്റ് ഫംഗ്ഷൻസും പാത്ത് ഫംഗ്ഷൻസും പഠിച്ചിട്ടുണ്ടാവും. പോയിന്റ് ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നാണ്. ഇപ്പൊ ഡെൽറ്റ പി എന്ന് പറയുമ്പോൾ P2 മൈനസ് P1 എന്ന് എഴുതാൻ നമുക്ക് കഴിയുന്നുണ്ട് എങ്കിൽ അതെന്താണ്? അതൊരു പോയിന്റ് ഫംഗ്ഷൻ ആണ്. പ്രഷറിന്റെ വാല്യൂ ഇനീഷ്യൽ അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ അല്ലെ. നമ്മൾ ഈ ഒരു സ്റ്റേറ്റ് പോയിന്റ് എടുത്തു, 1 എന്ന് പറയുന്ന പോയിന്റ് എടുത്തു, 2 എന്ന് പറയുന്ന പോയിന്റ് എടുത്തു. ഈ രണ്ട് സ്റ്റേറ്റ് പോയിന്റ് സിസ്റ്റം ഈസ് ടേക്കിംഗ് ദ പ്രോസസ് ഫ്രം 1 to 2 ഫോളോയിങ് ദ പാത്ത് എ എന്ന് പറയുന്ന പാത്ത് വഴി 1 നിന്ന് 2 പോകുന്നു സിസ്റ്റം. ദെൻ അതുപോലെ തന്നെ സിസ്റ്റം ഈസ് ടേക്കിംഗ് ദ പാത്ത് ഫ്രം 1 to 2 ഫോളോയിങ് എ ഡിഫറെന്റ് പാത്ത്. ബി എന്ന് പറയുന്ന പാത്തിലൂടെയും 1 to 2 പോകുന്നുണ്ട്. അപ്പൊ പോയിന്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഈ പ്രഷർ ചേഞ്ച് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എന്താണ്? 2 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ എന്താണോ പ്രഷറിന്റെ വാല്യൂ മൈനസ് 1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ എന്താണോ പ്രഷറിന്റെ വാല്യൂ അതാണ്. ഇത് എ എന്ന് പറയുന്ന പാത്തിലൂടെ പോയാലും ബി എന്ന് പറയുന്ന പാത്തിലൂടെ പോയാലും ഇനി മൂന്നാമത് സി എന്ന് പറയുന്ന പാത്തിലൂടെ പോയാലും ഇനീഷ്യലും ഫൈനൽ വാല്യൂവിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഏത്? പോയിന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പ്രഷർ പോയിന്റ് ഫംഗ്ഷൻ ആണ്, ടെമ്പറേച്ചർ പോയിന്റ് ഫംഗ്ഷൻ ആണ് അല്ലെ. അതുപോലെ വോളിയം ഇതെല്ലാം നമുക്ക് പോയിന്റ് ഫംഗ്ഷൻ ആയിട്ട് വരും. ഇനീഷ്യൽ ഫൈനൽ ഫൈനൽ വാല്യൂ മൈനസ് ഇനീഷ്യൽ വാല്യൂ എന്ന് മാത്രം എഴുതി വെച്ചാൽ മതി. അതേസമയം വർക്ക് അല്ലെങ്കിൽ ഹീറ്റ് ഇപ്പൊ നമ്മൾ ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ എടുക്കുകയാണ്. 1 to 2 സിസ്റ്റം ഈസ് അണ്ടർഗോയിങ് എ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഫ്രം 1 to 2 ഫോളോയിങ് 3 ഡിഫറെന്റ് പാത്സ് എ, ബി ആൻഡ് സി. ഇതില് W A എന്ന് പറയുന്നത് W2 മൈനസ് W1 നമുക്ക് എഴുതാൻ പറ്റില്ല. കാരണം എന്താണ്? അതെന്ന് പറയുന്നത് പാത്ത് ഡിപ്പെൻഡന്റ് ആണ്. 1 നിന്ന് 2 എ എന്ന് പറയുന്ന പാത്തിലൂടെ പോയി കഴിഞ്ഞാൽ ഉള്ള വർക്ക് എന്ന് പറയുന്നത് നമ്മൾ WA എന്ന് കൊടുക്കാം. 1 to 2 ഫോളോയിങ് ബി എന്ന് പറയുമ്പോൾ നമുക്ക് WB എന്ന് കൊടുക്കാം, മറ്റേത് WC എന്ന് കൊടുക്കാം. ഇതെല്ലാം എന്താണ്? നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഓരോരോ പാത്തിലൂടെയുള്ള വർക്കിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. കാരണം പാത്ത് ഡിപ്പെൻഡന്റ് ആണ്. പാത്ത് ലെങ്തി ആണെങ്കിൽ വർക്കും ലെങ്തി ആയിരിക്കും. അതുപോലെ തന്നെ പാത്ത് ഷോർട്ടർ ആണെങ്കിൽ വർക്കും എന്തായിരിക്കും? ഷോർട്ടർ ആയിരിക്കും. സോ വർക്ക് ആൻഡ് ഹീറ്റ് ആർ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ ദ പാത്ത് ഫോളോഡ് ബൈ ദ സിസ്റ്റം ആൻഡ് ദേ ആർ പാത്ത് ഫംഗ്ഷൻസ്. അപ്പോ എക്സാക്ട് ഡിഫറൻഷ്യൽ എന്ന് പറയണമെങ്കിൽ നമുക്ക് ഡെൽറ്റ എന്ന് പറയുമ്പോൾ 2 മൈനസ് 1, ഇപ്പൊ ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ T2 മൈനസ് T1 എന്ന് എഴുതാൻ പറ്റണം. അതേപോലെ ഡെൽറ്റ W എന്ന് പറയുമ്പോൾ W2 മൈനസ് W1 എന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല. കാരണം അതെന്താണ്? ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽ ആണ്. ഇവിടെ ചോദ്യം ഇതാണ്, ആസ് എ ഡിഫറൻഷ്യൽ ഹീറ്റ് ആൻഡ് വർക്ക് വുഡ് ബി ഡിസ്ക്രൈബ്ഡ്. ഹീറ്റും വർക്കും എന്താണ്? അതേ നമുക്ക് W2 മൈനസ് W1 എന്നോ അല്ലെങ്കിൽ Q2 മൈനസ് Q1 എന്നോ നമുക്ക് എഴുതാൻ പറ്റില്ല. ഡെൽറ്റ Q is equal to Q2 മൈനസ് Q1 എന്ന് എഴുതാൻ പറ്റില്ല. They are completely inexact differential. Pressure and temperatures are exact differential. Enthalpy, entropy, internal energy എല്ലാം എന്താണ്? എക്സാക്ട് ഡിഫറൻഷ്യൽ ആണ്. പിന്നെ നമുക്ക് ചേഞ്ച് ഓഫ് ദ വാല്യൂ അറ്റ് ഫൈനൽ സ്റ്റേറ്റ് മൈനസ് ചേഞ്ച് ഓഫ് ദ വാല്യൂ അറ്റ് ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് എഴുതാം. പക്ഷേ വർക്കിനെയും ഹീറ്റിനെയും നമുക്ക് എഴുതാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഏതാണ്? ആസ് ഡിഫറൻഷ്യൽ ഹീറ്റ് ആൻഡ് വർക്ക് വുഡ് ബി ഡിസ്ക്രൈബ്ഡ് ആസ് ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽ. ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽ നമ്മൾ ഡെൽറ്റ W അല്ലെങ്കിൽ ഡെൽറ്റ Q ഡെൽ എന്നാണ് നമ്മൾ പാർഷ്യൽ ഇങ്ങനെയാണ് നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽ നമ്മൾ ഡെൽ എന്ന് പറയുന്ന ഒരു സിമ്പൽ വെച്ചുകൊണ്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽ ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് the mean effective pressure of an Otto cycle is. മീൻ എഫക്റ്റീവ് പ്രഷർ ഓട്ടോ സൈക്കിളിന്റെ മീൻ എഫക്റ്റീവ് പ്രഷർ എന്താണെന്ന് ചോദ്യം. അതിന്റെ ഡിപ്പെൻഡൻസി ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇൻഡിപെൻഡന്റ് ഓഫ് പ്രഷർ ആണോ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ റേഷ്യോ ആണോ, പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ റൂട്ട് ഓഫ് പ്രഷർ റേഷ്യോ ആണോ, അതല്ല ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രഷർ റേഷ്യോ ആണ് ചോദ്യം. നോക്കാം. എന്താണ് മീൻ എഫക്റ്റീവ് പ്രഷർ എന്ന് നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യണം. മീൻ എഫക്റ്റീവ് പ്രഷർ ഈസ് ദ average pressure that if it acted on the piston during the power stroke would produce the same network as the actual cycle. Actually different size ഉള്ള പല എൻജിൻസിനെയും തമ്മിൽ
കമ്പയർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാരാമീറ്റർ ആണ് മീൻ എഫക്റ്റീവ് പ്രഷർ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്, it is the average pressure that if it acted on the piston during the power stroke would produce the same network as actual cycle. അതായത് നമ്മൾ കുറെ എഞ്ചിൻസ് കമ്പയർ ചെയ്യാണ്, നമ്മൾ പവർ സ്ട്രോക്കിൽ നമ്മൾ മീൻ എഫക്റ്റീവ് പ്രഷർ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് ഒറിജിനൽ എഞ്ചിൻ എന്താണോ, ആക്ച്വൽ എഞ്ചിൻ എന്താണോ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതേ എഫക്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു കാപ്പബിലിറ്റി ഉണ്ട്. അതിനാണ് നമ്മൾ മീൻ എഫക്റ്റീവ് പ്രഷർ എന്ന് പറയുന്നത്, used for comparing engines of different sizes. Okay. For Otto cycle, the mean effective pressure depends on the compression ratio. Otto cycle ne mean effective pressure എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? കംപ്രഷൻ റേഷ്യോനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. As compression ratio increases, the efficiency and net work per unit displacement volume increase. So, mean effective pressure is directly proportional to the compression ratio. നമ്മളിവിടെ മീൻ എഫക്റ്റീവ് പ്രഷറിന്റെ ഒരു ഫോർമുല നമ്മളിവിടെ എഴുതുന്നുണ്ട്. MEP മീൻ എഫക്റ്റീവ് പ്രഷർ ഓഫ് ഓട്ടോ സൈക്കിൾ ഇസ് ഈക്വൽ ടു P1 into R into gamma minus 1 divided by gamma minus 1 into 1 by gamma minus 1 into T3 by T2 minus T4 by T1. ഇതില് R എന്ന് പറയുന്ന കംപ്രഷൻ റേഷ്യോ ആണ്, P എന്ന് പറയുന്ന പ്രഷർ ആണ്, അതുപോലെ തന്നെ ഗാമ എന്ന് പറയുന്ന റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് ആണ്. അപ്പോ ഈ ഒരു ഇക്വേഷൻസ് നിന്ന് നമുക്ക് മനസ്സിലാവും ഇറ്റ് ഈസ് ഡയറക്ട്ലി proportional to the pressure ratio. R എന്ന് പറയുന്ന പ്രഷർ റേഷ്യോ ആണ്. So mean effective pressure of Otto cycle depends on compression ratio R and it is directly proportional. Okay, ഇപ്പൊ തന്നിട്ടുള്ളതില് ഓപ്ഷൻ ഡി ആണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ റേഷ്യോ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇതിനു മുൻ വർഷങ്ങളിലുള്ള എക്സാമുകളിൽ നിന്ന് എടുത്ത ചോദ്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തെർമോഡൈനാമിക്സിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു.